കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിലെ റേഷൻ കട ഉപരോധിച്ചു. നിത്യോപയോഗ സാധനങ്ങൾ അടക്കം റേഷൻ കടകളിൽ ലഭ്യമാകാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ധർണ ഉദ്ഘാടനം ചെയ്തു. KPCCയുടെ ആഹ്വാനപ്രകാരമാണ് കോൺഗ്രസ് ഏലപ്പാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏലപ്പാറയിൽ റേഷൻ കട ഉപരോധിച്ചത്. 8 വർഷത്തോളമായി കേരളത്തിലെ റേഷൻ കട സംവിധാനം താറുമാറായിരിക്കുകയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ ദൗർലഭ്യം മൂലം റേഷൻ കടകൾ കാലിയാണ്. മുൻപ് റേഷൻ കട വഴി ലഭ്യമായിരുന്ന ഗോതമ്പ്, മണ്ണെണ്ണ, പഞ്ചസാര എന്നിവ കാലങ്ങളായി ലഭ്യമല്ല. മാത്രമല്ല, ഇപ്പോൾ നിത്യോപയോഗ സാധനമായ അരി പോലും റേഷൻ കട വഴി ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ KPCCയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ മണ്ഡലം കമ്മിറ്റികളും നടത്തിവരുന്ന ഉപരോധ സമരത്തിന്റെ ഭാഗമായാണ് ഏലപ്പാറയിലും ഉപരോധം നടത്തിയത്. സമരം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. റേഷൻ കടലിലൂടെ നടപ്പാക്കുന്ന റേഷൻ സമ്പ്രദായം അട്ടിമറിക്കുന്ന നിലപാടുകളാണ് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. വിലക്കയറ്റം അതിരൂക്ഷമായിട്ട് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമായി ഭക്ഷ്യധാന്യങ്ങളടക്കം ലഭിക്കത്തക്ക റേഷൻ സമ്പ്രദായത്തെ ഇല്ലായ്മ ചെയ്യാനാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്. ഈ സർക്കാരിൻ്റെ പിടിപ്പുകേട് മൂലം മണ്ഡലം പ്രസിഡന്റ് അജിത് ദിവാകരൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ഷാജി, ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ഗോപാൽ, ബ്ലോക്ക് സെക്രട്ടറി T മുരുകൻ, KSU ജില്ലാ ജനറൽ സെക്രട്ടറി OS ഉമർ ഫാറൂഖ്, സേവദൾ ജില്ലാ സെക്രട്ടറി ജോയിസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.